കഴിഞ്ഞ 39 വർഷങ്ങൾ തൻ്റെ പ്രിയപുത്രൻ്റെ തലയൊന്ന് താണാൽ, കണ്ണീരൊന്ന് വീണാൽ ഏറ്റവും കൂടുതൽ നോവുന്നത് ആ പിതാവിനായിരുന്നു. ആ പിതാവിനോട് പറയാൻ ബാക്കി വെച്ചത് ഇപ്പോൾ നീറുന്ന മനസ്സുമായി പൊള്ളുന്ന ഹൃദയവുമായി പറഞ്ഞു വെക്കുകയാണ് അയാൾ ഇപ്പോൾ. അതെ, ഫുട്ബോൾ ലോകത്തിന്റെ സാക്ഷാൽ ലിയോണൽ ആന്ദ്രിയാസ് മെസ്സി, അല്ല ഓർഹെ മെസ്സിയുടെ പ്രിയപുത്രൻ. ആ ലെറ്ററിലേക്ക് നമുക്കൊന്ന് പോകാം. അച്ഛാ, താങ്കൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ ആകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കില്ലെന്നത്, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണില്ലെന്നത് എന്നെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. എനിക്കറിയാം താങ്കൾ വളരെ വേദനയിലൂടെയാണ് കടന്നു പോയത്. താങ്കൾക്ക് ഇതാണ് നല്ലത് എങ്കിലും താങ്കൾ വളരെ പെട്ടെന്നാണ് വിട്ടുപിരിഞ്ഞ് പോയത്. ഈ വേൾഡ് കപ്പിൽ നീ കളിക്കണമെന്ന് താങ്കൾ എത്രയോ തവണ എന്നോട് പറഞ്ഞതാണ്. എന്നാൽ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് താങ്കളുടെ ആരോഗ്യം വളരെ മോശമായത്. വളരെ മോശമായത്. അച്ഛൻ കളി കാണാൻ എത്തുമെന്നും താങ്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുമെന്നും അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു. താങ്കളില്ലാതെ ഇറങ്ങുന്ന ആദ്യത്തെ ടൂർണമെന്റ് ആയിരുന്നില്ലേ ഇത്? ഓരോ മത്സരങ്ങളിലും വളരെ വേദനയോടെയാണ് ഞാൻ പങ്കെടുത്തത്. ഓരോ മത്സരങ്ങളും താങ്കൾക്ക് വളരെ താങ്കൾക്ക് റിക്കവറി ടൈം നൽകിക്കൊണ്ട് ഓരോ മത്സരങ്ങളും നീട്ടിയെടുക്കാൻ താങ്കളെ ഒരു മത്സരത്തിലേക്കെങ്കിലും എത്തിച്ച് സമയം നീട്ടിയെടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഫൈനലിന് പോലും താങ്കൾക്ക് എത്താനായിരുന്നില്ല. താങ്കളുടെ മെസ്സേജുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് സാഹചര്യം വളരെ മോശമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. തുടർന്ന് ആ ഒരു ഫൈനൽ ജയിച്ചുകൊണ്ട് ആ ഒരു ട്രോഫി താങ്കൾക്ക് വേണ്ടി കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ എനിക്കത് സാധിച്ചില്ല. എൻ്റെ കാലുകൾ തളർന്നിരുന്നു. എൻ്റെ ഫിസിക്കൽ കണ്ടീഷന് എതിരെ ആയിരുന്നു ഞാൻ ഇത്തവണ കളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫിസിക്കലി എനിക്ക് നല്ല ഫീലിംഗ് അല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ വർക്ക് ചെയ്തിരുന്നു അതിനു വേണ്ടി. എന്നാൽ എനിക്കതിന് സാധിച്ചിരുന്നില്ല. നമ്മൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തോറ്റുപോയതെന്ന് താങ്കൾ കരുതി. എന്നാൽ യഥാർത്ഥ സാഹചര്യം താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന സാഹചര്യം ആയിരുന്നില്ലല്ലോ. താങ്കൾ അതിന് അനുയോജ്യമായ അവസ്ഥയിലായിരുന്നില്ലല്ലോ. ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയ അവസ്ഥയിലും ആയിരുന്നില്ലല്ലോ താങ്കൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു കാര്യമാണ് താങ്കളോട് പറയാതിരുന്നത്. ബാക്കിയെല്ലാം താങ്കൾക്ക് അറിയാവുന്നതാണ്. അതാണ് ഞാനിപ്പോൾ താങ്കൾക്ക് വേണ്ടി പറയുന്നത്. താങ്കൾക്ക് ഏറ്റവും സന്തോഷമേകിയിരുന്നത് താങ്കളുടെ ഭാര്യയുടെയും മക്കളുടെയും താങ്കളുടെ കുടുംബത്തിന്റെ സന്തോഷമായിരുന്നു. കൂടാതെ ഞാൻ മറ്റുള്ളവരറിയാതെ കളിക്കുന്നത്. താങ്കൾ ജോലി കഴിഞ്ഞ് വന്ന എല്ലാ ട്രെയിനിങ് സെക്ഷനുകളിലും താങ്കൾ എന്നെ കൊണ്ടുപോയിരുന്നു. താങ്കൾ ജോലിക്ക് പോയിരുന്ന സമയത്ത് എന്നെ അമ്മയായിരുന്നു കൊണ്ടുപോയിരുന്നത്. താങ്കളില്ലാതെ എന്ത് ചെയ്യുമെന്നോ എങ്ങനെ മുന്നോട്ട് പോകുമെന്നോ എനിക്ക് അറിയില്ല. ഞാൻ ഫുട്ബോൾ കളിക്കുക മാത്രമായിരുന്നു ചെയ്തത്. കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഫുട്ബോൾ കളിക്കുക മാത്രമായിരുന്നു ചെയ്തത്. എന്താ പറയുക, ഒരു മിനിറ്റ് ഞാൻ ഓർത്തോട്ടെ. മാത്രമായിരുന്നു ഒരു മിനിറ്റ്. ഫുട്ബോൾ കളിക്കുക മാത്രമായിരുന്നു ചെയ്തത്. ആ ഒരു കരിയർ അവസാനിക്കാൻ ആ ഒരു കരിയറിന്റെ അവസാനത്തിന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അതിനും കൂടെ നിൽക്കാമായിരുന്നില്ലേ? നമുക്ക് ഒന്നിച്ച് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. എന്തായാലും
ഞാൻ താങ്കളെ വളരെ മിസ് ചെയ്യും. എൻ്റെ മക്കൾ എന്തായാലും താങ്കളുടെ ആ വിടവ് അറിയില്ല. കാരണം എന്നെ എങ്ങനെയാണോ താങ്കൾ വളർത്തിയത് അതേപോലെയാണ് ഞാൻ അവരെയും വളർത്തുന്നത്. എങ്ങനെയാണോ ഞങ്ങളെ ഭൂമിയിൽ പ്രൊട്ടക്ട് ചെയ്തത് അതേപോലെ തന്നെ മുകളിലിരുന്ന് പ്രൊട്ടക്ട് ചെയ്യുക. റെസ്റ്റ് ഇൻ പീസ്. ഐ ലവ് യു ഡാഡി, എല്ലാത്തിനും നന്ദി എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. അതേസമയം ഏറ്റവും വലിയ വൈരി എന്ന് ഫുട്ബോൾ ലോകം വിശേഷിപ്പിക്കുന്ന, ഏറ്റവും വലിയ വൈരം എന്ന് ഫുട്ബോൾ ലോകം വിശേഷിപ്പിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് ലിയോണൽ മെസ്സി. ക്രിസ്ത്യാനോ റൊണാൾഡോ കുറിക്കുകയാണ്, നിങ്ങളെ ഈ മോശം സാഹചര്യത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരു ഹ്യൂജ് ഹഗ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റേ സ്ട്രോങ് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു വെക്കുന്നത്. പാരീസിന്റെ, ബാർസലോണയുടെ, റൊസാരിയോയുടെ രാജകുമാരൻ, ലോക ഫുട്ബോളിന്റെ മിഷിഹ ഓർഹെ മെസ്സിയുടെ പ്രിയപുത്രൻ ചോര പോലും ഐസായി പോകുന്ന അവസ്ഥയിൽ മരവിച്ചിരിക്കുകയാണ് തന്റെ പ്രിയ പിതാവിന്റെ വേദനയിൽ. അല്ലെങ്കിലും ഒരു മകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് തന്റെ പിതാവിന്റെ വിയോഗമാണ്. ആ മകൻ തന്റെ പിതാവിനോട് പറഞ്ഞു വെക്കുകയാണ്, പ്രിയപ്പെട്ടവർഹേ, താങ്കൾ എത്രയോ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. താങ്കളുടെ മകന്റെ നേട്ടം വളരെ, താങ്കളുടെ ഏതൊരു പിതാവിനേക്കാളും താങ്കളുടെ മകനെ നേട്ടങ്ങൾ ആസ്വദിച്ച വ്യക്തിയാണ് താങ്കൾ. ഇനിയും ആസ്വദിക്കുക. ഒരു നക്ഷത്രമായ, ഒരു വെളിച്ചമായ ആ മനുഷ്യനൊപ്പം താങ്കൾ തുടരുക. ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ്. ഈ വീഡിയോ കുറച്ച് മോശമായിരുന്നെന്ന് എനിക്കറിയാം. ഞാൻ കാണാതെ പറയുന്നതുകൊണ്ടാണ്, ഒന്ന് ക്ഷമിക്കണേ.